Oh no, that is what they all say when they see me pouring some more. Oh, think it's empty again. Better fill it up before I go. Cause I'm loving it, feeling it, touch me and being it. See what I see in it, I'm typical. Messing around with it, mix it up, go with it, fuck with it, flow with it, let it all go. Oh Lord, think you know what I'm like, but you don't fall, you lose control. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ഫിലിമോ അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വൈൻ വീഡിയോ അതല്ല നിങ്ങളിപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ആ ഒരു വ്യക്തി ആരാണ്, ആ ഒരു വ്യക്തിയുടെ റോൾ എന്താണ് എന്നുള്ളത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ കെയിൻമാസ്റ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ എന്തെങ്കിലും എടുക്കുക. അതായത് നമ്മൾ ഈ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുക്കുന്ന ആ വീഡിയോ നിങ്ങൾ കെയിൻമാസ്റ്ററിൽ ഓപ്പൺ ചെയ്യുക. 16:9 എന്ന് പറഞ്ഞാൽ ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്ത് പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്ത് മീഡിയയിൽ പോയതിനു ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ടൈമിലായിട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കട്ടോ ട്രിം എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കട്ടോ ട്രിമ്മിൽ പോയതിനു ശേഷം നിങ്ങളുടെ ആ ഒരു ടൈം ബാർ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസിങ് വരേണ്ടത് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ആ ഒരു ഫ്രീസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ടൈമിലായിട്ട് നമ്മളിപ്പോൾ ആ ഒരു ടൈം ബാർ കൊണ്ടുവച്ച് ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഷോട്ട് ഫ്രീസ് ആയ അവിടെ നിന്നതിന് ശേഷം അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ബാലൻസ് അത് പ്ലേ ആവുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിൽ തൊടുന്ന ടൈമിലായിട്ട് സൈഡിലായിട്ട് അവിടെ നിങ്ങൾക്ക് കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിരിക്കും. അപ്പോൾ ഒരു കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്രീസിങ് പോർഷൻ നിങ്ങളൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എടുത്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ഇമേജിൽ തൊടുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിൽ തൊടുന്ന ടൈമിൽ തന്നെ മുകളിലോട്ട് അവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിനു ശേഷം അതിൻ്റെ ഒരു എൻഡ് പൊസിഷൻ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സൂമിൻ ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രീസിങ് പോർഷൻ്റെ ടൈം അത്രയും മതിയാവും നിങ്ങൾ നോക്കുക. അതായത് അതവിടെ 2 സെക്കൻഡോ 3 സെക്കൻഡോ അങ്ങനെ ഫ്രീസ് ആയിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അത്രയും മതിയോ അതല്ല നിങ്ങൾക്ക് ഇത്തിക്കൂടെ നേരത്തേക്ക് അത് ഫ്രീസ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രീസ് ചെയ്തതിൻ്റെ ഫസ്റ്റ് പോർഷനിൽ വന്നതിന് ശേഷം അതായത് ആ ഒരു ടൈമിൽ ഫസ്റ്റ് കൊണ്ട് വന്നതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ സൈഡിലോട്ട് പോകുന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് കാണും. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൽ പോകുന്നതിന് ശേഷം ഈ ഒരു ക്യാരക്ടറിൻ്റെ നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്യാരക്ടറിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ലെറ്ററിൽ സ്പേസ് ഇട്ട് ടൈപ്പ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ആ ഒരു ക്യാരക്ടറിൻ്റെ ഏതൊരു സൈഡിലായിട്ടാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ നെയിം വരേണ്ടത് അവിടെ കൊണ്ട് നിങ്ങൾ വയ്ക്കുക. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇൻ അനിമേഷൻ എന്ന് പറയുന്നത് സ്ലൈഡ് അപ്പും അതേ കണക്ക് തന്നെ അതിൻ്റെ ഒരു ഔട്ട് അനിമേഷൻ എന്ന് പറയുന്നത് സ്ലൈഡ് ഡൗണും നിങ്ങൾ വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ സ്ലൈഡ് അനിമേഷനൊക്കെ നിങ്ങൾക്ക് അവിടെ സെക്കൻഡ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഫോണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക 2 ടെക്സ്റ്റിലും. അതായത് ആ ഒരു ക്യാരക്ടർ ആരാണെന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ നേരത്ത് ഞാനിവിടെ തന്നേക്കുന്ന ആ ഒരു സെയിം ടെക്സ്റ്റിനെ ടൈപ്പ് ചെയ്യുക. അതായത് ഞാനിവിടെ ഇട്ടുന്ന ആ ഒരു സെയിം ടെക്സ്റ്റിനെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു 2ാമത്തെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 2ാമത്തെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ടൈമിലായിട്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഒരു ലെറ്റർ സ്പേസ് ഇട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഇൻ അനിമേഷൻ എന്ന് പറയുന്നത് സ്ലൈഡ് ഡൗണും അതേ കണക്ക് തന്നെ അതിൻ്റെ ഒരു ഔട്ട് അനിമേഷൻ എന്ന് പറയുന്നത് സ്ലൈഡ് അപ്പും വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ അനിമേഷൻ സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതേ കണക്ക് യൂസ്ഫുള്ളായിട്ട് തന്നെ എഴുതും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക. ആണെങ്കിൽ പുതുതായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേക്കണക്കത്തെ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ ആണ്. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തിരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ടൈമിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടന്റ് തന്നെയാണ്. സോ അതുവരെ boy, got so hot.